ഞാൻ പറയുന്നത് കേട്ട ആർക്കും ഒരു പ്രയാസവും തോന്നരുത്. പരിഹാസ ബുദ്ധിയോട് കൂടിയിട്ടല്ല ഞാൻ ഇന്ന് നാവാട്ടാൻ വന്നിരിക്കുന്നത്. എന്നാൽ സഹജമായിട്ടുള്ള എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം എന്ന നിലയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ബുദ്ധിയോടുകൂടി പറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പറച്ചിലിന് ഇരപ്പെടുന്ന വ്യക്തികളുടെ ആരാധകർ ഒരിക്കലും എന്നെ വെറുക്കുന്ന നിലയിലേക്ക് ഒരു സമീപനം സ്വീകരിക്കരുത്. മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തുക, അതല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിന് തയ്യാറാവുക. ഒരപേക്ഷയാണ്. അതായത് ഇന്നാളൊരിക്കൽ പ്രതിപക്ഷ നേതാവായിരുന്ന നമ്മുടെ സതീശൻ പ്രബുദ്ധ കേരളത്തിന് നേരെ നാക്കു ചൂണ്ടി കാഞ്ചി വലിച്ചു. അതോടെ പ്രബുദ്ധ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ആ നാക്കിൽ നിന്ന് ഒരു വെടിയുതിർന്നു. ഭയത്തിന്റെ ഞെട്ടലല്ല, അതിശയത്തിന്റെ ഞെട്ടലാണ്, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ ഞെട്ടലാണ് പ്രബുദ്ധ മലയാളികളിൽ നിന്ന് സംഭവിച്ചത് കേട്ടോ. ഞാൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല, ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോ തിണ്ണ ഇറങ്ങാൻ പോകില്ല ഞാൻ പറഞ്ഞിട്ടില്ല. സതീശന്റെ നാക്ക് പൊട്ടിച്ച വെടിയൊച്ചയിൽ നിന്ന് അങ്ങനൊരു അർത്ഥമാണ് അന്തരീക്ഷമാകെ മുഴങ്ങിയത്. എണ്ണയിട്ട ചന്തിയുമായി പാണക്കാട്ടെ തിണ്ണ നിരങ്ങുകയും പെരുന്നയിലെ പോപ്പിന് മുന്നിൽ കൂപ്പുകൈകളോടെ അങ്ങനെ കുനിയുകയും കണിച്ചക്കുളങ്ങരയിൽ വാഴുന്ന ഡിജിറ്റൽ യുഗ ഗുരുദേവന് മുന്നിൽ സ്വന്തം നട്ടെല്ല് സ്വയം ഒടിച്ചു മടക്കി അങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കുകയും അരമനകളിൽ ചെന്ന് മുട്ടുകാലിൽ നിന്ന് മുന്തിയ പാതിരിമാരുടെ പാദം ചുംബിക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്ന സകല ജനസേവന വ്യവസായികളും സതീശന്റെ നാക്ക് പൊട്ടിച്ച ആ വെടിയേറ്റ് സംയുക്തമായി ചമ്മി പാളീസായി പോയി എന്ന് പറയുന്ന ഒരു ആക്ഷേപവും തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട് തിണ്ണനിറങ്ങാൻ പോയിരുന്നു. എന്തായാലും പോങ്ങൻ ഒട്ടും തന്നെ ഞെട്ടിയില്ല കേട്ടോ. 10 കൊല്ലത്തെ ഇടതു ഭരണത്തിന് ഇരപ്പെട്ട് കടുത്ത സഖാക്കൾ വരെ നഞ്ചിൽ പെട്ടുപോയിട്ടുള്ള തോട്ടുമീൻ പോലെ പുളയുകയാണ് എന്ന് പറയുന്ന കാര്യം പോങ്ങനെ പോലെ തന്നെ ശ്രീ സതീശനും വളരെ നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറയുന്ന കാര്യം ഈ പോങ്ങൻ അറിയാമായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഞെട്ടും? കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കാനായി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ കിടന്ന് അഹോരാത്രം പണിയെടുക്കുന്നുണ്ടല്ലോ. 2 ചങ്കുള്ള ആ വിജയന്റെ ഭരണ നൈപുണ്യത്തിൽ സംശയമുള്ളവനായിരുന്നില്ല നമ്മുടെ സതീശൻ. പിണറായി വിജയൻ പണിയുന്ന തൊഴുത്തിലെ പശു ചുരത്താൻ പോകുന്നത് തനിക്കുള്ള പാലാണ് എന്നും 1/2 കോടിയോളം രൂപ മുടക്കി പിണറായി വിജയൻ നവീകരിക്കുന്ന നീന്തൽ കുളത്തിൽ നീരാടുന്നത് തന്റെ മേനിയാവുമെന്നും അതുപോലെ തന്നെ പിണറായി വിജയൻ പിടിപ്പിക്കുന്ന ലിഫ്റ്റിൽ മേലുകീഴു സഞ്ചരിച്ച് രസിക്കുന്നത് തന്റെ സതീശ ശരീരമാവുമെന്നും അദ്ദേഹത്തിന് വളരെ നല്ല ഉറപ്പുണ്ടായിരുന്നു. വിജയൻ ഭരിച്ച് UDFിനെ വിജയിപ്പിച്ചോളൂ. അതിനുള്ള പ്രാപ്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. എന്നാൽ ആ വിജയം BJP തട്ടിയെടുക്കാതെ നോക്കുകയാണ് വേണ്ടത്, അല്ലെ? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത് മാത്രമാണ് തന്റെ പണിയെന്ന് സതീശൻ അറിയാമായിരുന്നു. ആ ഉന്നത്തിലേക്കാണ് സതീശൻ നാക്കു ചൂണ്ടിയതും രസ്യൻ വെടികൾ സമയാസമയം അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നതും. അത് ഫലം കണ്ടു. മതേതരത്വത്തെ സംരക്ഷിക്കാനായി CPMന് വോട്ട് കൊടുത്തിരുന്ന ഹരിത മതേതരർ അതോടുകൂടി ഒറ്റക്കെട്ടായി ഇത്തവണ സതീശനിൽ വിശ്വാസം നിക്ഷേപിച്ചു. സ്വാഭാവികല്ലേ? സംഘപരിവാരങ്ങളെയും ഹിന്ദുത്വയെയും കോണകമുടിപ്പിച്ച് ഗോസായി നാട്ടിലേക്ക് അയക്കാൻ പിണറായി വിജയന് തീരെ ത്രാണിയില്ല എന്ന് കൊടും മനുഷ്യ സ്നേഹികളും അതുപോലെ തന്നെ തീവ്ര സമാധാനവാദികളുമായിട്ടുള്ള മതേതര ബുദ്ധർ കൂട്ടത്തോടെ തിരിച്ചറിഞ്ഞു. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതോടെ അവരുടെ വിശ്വാസത്തിന് പൂർണ്ണമായും ഇരപ്പെട്ടു പോയിട്ടുള്ള സതീശൻ അവരുടെ ഏക നേതാവായി മാറുകയും ചെയ്തു. ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന സതീശന്റെ മതേതര ദാഹവും ന്യൂനപക്ഷാസക്തിയും കാണാനിടയായിരുന്നു എങ്കിൽ ഹിന്ദുവായി ജനിച്ചതിലുള്ള കുറ്റബോധവും ആത്മനിന്ദയും കാരണം സാക്ഷാൽ ഗാന്ധിജി പോലും സ്വയം ഗോഡ്സെയായി മാറുകയും ഹേ റാം എന്ന് പറയുന്ന വിളിയോടെ ഇഹലോകവാസം മതിയാക്കി മടങ്ങുകയും ചെയ്തേനെ എന്ന് പോലും ഈ പോങ്ങന് തോന്നിയിരുന്നു. അത്രത്തോളം സൂക്ഷ്മവും കടുകിട പിഴയ്ക്കാത്തതുമായിട്ടുള്ള വെടികളായിരുന്നു സതീശന്റെ നാവ് ഉതിർത്തുകൊണ്ടിരുന്നത്. സയൻസൊക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്. നമ്മുടെ ഈ ഭൂമി ഗോളാകൃതിയിലാണെന്ന സത്യം ശാസ്ത്രത്തിന് ഒറ്റുകൊടുത്തത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയാണെന്ന വസ്തുത ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് VD സതീശനാണ് അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന്. സയൻസ് എല്ലാം പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അത് കാലത്തിന്റെ മുമ്പേ നടന്ന കാര്യങ്ങളാണ്. നബി അത് പറഞ്ഞിരുന്നില്ല എങ്കിൽ നാസ പോലും ഭൂമി പരന്നതാണെന്നും പറഞ്ഞ് ഇന്നും നടന്നേനെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ അടിത്തറയിലാണ് ശാസ്ത്രം പോലും ഇന്ന് നിവർന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് നിലനിൽക്കുന്നതെന്നാണ് സതീശന്റെ വെളിപ്പെടുത്തലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും പോങ്ങൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇത്രയും അറിവാളിയായിട്ടുള്ള ഒരുവൻ തങ്ങളുടെ ഏക നേതാവായതിൽ ഹരിത കേരളത്തിലെ ജൈവ മതേതര നിത്യവും 3 നേരം വെച്ച് അഭിമാനിക്കാൻ തുടങ്ങി എന്നതാണ് കേൾക്കുന്നത്. അതുപോലെ ഈ പിണറായി വിജയൻ BJPയുടെ ചട്ടുകവും CPM BJPയുടെ B ടീമുമാണെന്ന് പറയുന്ന ഒരു ധ്വനിപ്പ് പടർത്തുന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പല സൂചനകളും ഗുണത്തിൽ കൊണ്ടു. അതിന്റെ എല്ലാം അനന്തരഫലമാണല്ലോ ഇന്നലെ നടന്നിട്ടുള്ള വടശ്ശേരി ദാമോദര മേനോൻ
സതീശൻ ആ സത്യപ്രതിജ്ഞ അല്ലെ. ഇന്നലെ വരെ പ്രബുദ്ധ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഇന്നു മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള VDS ആണ്. ടീം VDS എന്ന് ബ്രാൻഡീകരിക്കപ്പെട്ട UDF സർക്കാരിനെ VDS എന്ന് ബ്രാൻഡീകരിക്കപ്പെട്ട VD സതീശൻ നയിക്കും. എന്തായാലും സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച VDS പട്ടത്തും വെള്ളയമ്പലത്തുമുള്ള അരമനകളിൽ ചെന്നു എന്നതാണ് രസം. പോയ ഈ രണ്ടിടത്തും തിണ്ണയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തിണ്ണ നിരങ്ങില്ല എന്ന് പറയുന്ന വാക്കു പാലിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഞാൻ പോയി കാണുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? സംഗതി ശുഭം. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി പോകാൻ സമ്മതിക്കും കേട്ടോ. അതായത് ഈ VDSന്റെ ശരീരഭാഷയിൽ സാമ്പ്രദായിക കോൺഗ്രസുകാരന്റെ നയകൗശല ചാരുത കാണാമെങ്കിൽ പോലും സഹനേതാക്കളുടെ കുശാഗ്രബുദ്ധിക്കും ഗ്രൂപ്പ് നടത്തിപ്പുകാരുടെ ആ കണക്കുകൂട്ടലുകൾക്കും അതുപോലെ തന്നെ നാടൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലന ശേഷിക്കും അല്ലെങ്കിൽ അവലോകന സിദ്ധിക്കും പുറത്താണ് VDSന്റെ രാഷ്ട്രതന്ത്രജ്ഞത എന്നാണ് പോങ്ങന്റെ ഒരു നിഗമനം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നേ, അതിനെന്താ നമ്മൾ അങ്ങനെ വേണ്ടേ? നമ്മുടെ ലീഡർ K കരുണാകരന് ആദർശ രോഗിയായിട്ടുള്ള ആന്റണിയിൽ ഉണ്ടായവനെന്ന തോന്നൽ കോൺഗ്രസുകാരിലും AKജിക്ക് നയനാരിൽ ജനിച്ചവനോ എന്ന് പറയുന്ന സംശയം കമ്മ്യൂണിസ്റ്റുകളിലും സീതി ഹാജിക്ക് സുലൈമാൻ സേട്ടിൽ പിറന്നവനോ എന്ന് പറയുന്ന ചിന്ത ലീഗരിലും സാക്ഷാൽ മൗദൂദിക്ക് MK ഫൈസിയിൽ ഉണ്ടായവനാണോ എന്ന ആശ്ചര്യം സുടുക്കളിലും ഉണ്ടാക്കാൻ തക്ക സൈദ്ധാന്തിക ത്രാണിയുള്ള ഒരുവനാണ് ശ്രീ VDS എന്നാണ് ഈ പോങ്ങന്റെ വിശ്വാസം. കടത്തിപ്പറയുകയാണ് എന്ന് കരുതരുത്. VD സാവർക്കർ എന്നതിന്റെ സമൃദ്ധ രൂപമാണോ ഈ VDS എന്ന ചിന്ത സംഘികളിൽ വരെ ജനിപ്പിക്കാൻ ഇട നൽകുന്നത്ര ജനസൗഹാർദ്ദ ബുദ്ധിയോടെയാവും VDSന്റെ ഭരണ പ്രവർത്തനങ്ങൾ മുന്നേറുക എന്ന് പറയുന്ന ഒരു വിചാരം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. സവർക്കർക്ക് ഗോവാൾക്കറിൽ ഉണ്ടായിട്ടുള്ള പൊന്നു സന്താനമാണോ സതീശൻ എന്ന് പോലും സംഘികൾ വിസ്മയിക്കുന്ന വിധത്തിലും തരത്തിലും സതീശ ഭരണം സംഭവിച്ചാൽ പോലും അതിശയിക്കാനില്ല. പാണക്കാട് നൽകിയ പുൽകലും അരമനയിൽ നൽകിയിട്ടുള്ള ആശ്ലേഷവും അതുപോലെ തന്നെ ലോക് ഭവനിലെത്തിയ പ്പോൾ നമ്മുടെ ഹരിച്ചേട്ടന് നൽകിയിട്ടുള്ള ആലിംഗനവും അതൊക്കെ പകർന്നിട്ടുള്ള VDSനെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ മൂന്നിടത്തും ഒരേ ഊഷ്മളതയാണ് അദ്ദേഹം പുലർത്തിയത്. അതൊരു ചെറിയ കാര്യമേ അല്ല. അങ്ങനെയാണ് പോകേണ്ട ഒരു മനസ്സിലാക്കൽ. സകലരിലും VDS അവരുടെ ആളാണെന്ന ഒരു പ്രതീതി അങ്ങോട്ടേക്ക് പരത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആരുടെ ആളാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ എന്നതാണ് നേര്. അതാണ് വേണ്ടത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നത്. അതിജീവിക്കാൻ അത് വേണം എന്ന് മാത്രവുമല്ല, പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചിട്ടുള്ള ആ സന്ദർശനം ഓർക്കാതെ പറ്റില്ല. VDS സഖാവ് വിജയന്റെ വീട്ടിൽ ചെന്നു. വിജയനിൽ നിന്ന് അനുഗ്രഹമോ ആശംസയോ ഏറ്റുവാങ്ങാതിരിക്കാൻ VDS വളരെ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങാനും ഈ മാൻഡ്രേക്ക് ബാധ സത്യമാണെങ്കിലോ എന്ന് പറയുന്ന ആ കരുതൽ ഉറപ്പായി VDSന്റെ സൂക്ഷ്മ ബുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഘോര കമ്മ്യൂണിസ്റ്റും സ്വാശ്രയ കോളേജുകൾക്കൊക്കെ എതിരായിരുന്നവനും അതുപോലെ തന്നെ ഇപ്പോൾ PM ശ്രീ പദ്ധതിയെ കനത്ത നിലയിൽ എതിർക്കുന്നവനുമായിട്ടുള്ള സാക്ഷാൽ പിണറായി വിജയന്റെ കൊച്ചുമകൻ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ നമ്മുടെ ഈ VDSന്റെ ആ യാത്ര കാരണമായി, അല്ലെങ്കിൽ ആ ഗൃഹ സന്ദർശനം കാരണമായി. അല്ലേ? ഓർക്കണം, നയവും വിനയവും സ്നേഹവും സഹകരണവും ചിരിയും ആശ്ലേഷവുമാണ് കേട്ടോ VDSന്റെ ആയുധങ്ങൾ. ആ ആയുധങ്ങൾക്ക് മുന്നിൽ പെട്ടുപോയാൽ പോരാടാൻ മറന്ന് VDSന്റെ ആ ഒറ്റച്ചങ്കിൽ നാണിച്ച് മുഖം ചേർത്ത് പോവും എതിരാളി എന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങനുള്ളത്. ഇരട്ടച്ചങ്കൻ പോലും ആ ഒറ്റച്ചങ്കന്റെ മുന്നിൽ നാണിച്ച് ചൂളി അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങ് ചാഞ്ഞു നിന്നു. ചുരുക്കി പറഞ്ഞാൽ 8 കൊല്ലം മുന്നേ പോങ്ങൻ നടത്തിയിട്ടുള്ള പ്രവചനം സത്യമാക്കാൻ പോകുന്ന നിലയിലാവും VDSന്റെ ഭരണം സംഭവിക്കുക കേട്ടോ. അങ്ങനെ ഒരു വിചാരമാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. പോങ്ങൻ അതിനിടയിൽ പ്രവചനമൊക്കെ നടത്തിയോ എന്ന് ചോദിക്കരുത്. ഞാനതൊക്കെ നടത്തിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. അതായത് കമ്മ്യൂണിസ്റ്റുകളെ ആദ്യമായി വോട്ടെടുപ്പിലൂടെ ഭരണത്തിലെത്തിച്ച നാടാണല്ലോ കേരളം, അല്ലെ? പിണറായി വിജയന്റെ സഹായത്തോടെ കേരളം തന്നെ ആ തെറ്റ് തിരുത്തുമെന്നായിരുന്നു പ്രവചനം. നടന്നില്ലേ? അല്ല, നടക്കാൻ പോവുകയല്ലേ? തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തിയിട്ടുള്ള അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ സഖാവ് പിണറായി വിജയനെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്ന ഭരണ പ്രകടനമാവും VDSന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു തോന്നൽ എന്റെ ഉള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട്. അതാണ് സത്യം. ആശാ വർക്കർമാർക്കും അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു. ജൂൺ 15 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. എല്ലാത്തിനും അപ്പുറം ആ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ടുള്ള VDSന്റെ ചിരി. നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ VDS വളരെ മികച്ച നിലയിൽ തുടക്കം കുറിച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിചാരമാണ് എന്റെ ഉള്ളിലുള്ളത്. എല്ലാത്തരം പ്രതിസന്ധികളെയും മറികടക്കാനുള്ള പ്രാപ്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ പോങ്ങനെ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു കൂട്ടരെയാണ് പ്രധാനമായിട്ടും VDS സൂക്ഷിക്കേണ്ടത്, കരുതലെടുക്കേണ്ടത് അവരിൽ നിന്നാണ്. ഒരുപക്ഷെ പിണറായി വിജയനെ പോലും ഇത്രമേൽ പെടുത്തിയത് ആ ഒരു കൂട്ടരാവും.
VDS വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടത് അവരെയാണ്. മറ്റെന്ത് പ്രതിസന്ധിയെയും, എത്ര കുശാഗ്ര ബുദ്ധിയുള്ളവനെയും, എത്ര വലിയ ഗ്രൂപ്പ് കളിക്കാരെയും അതിജീവിക്കാൻ തീർച്ചയായിട്ടും VDSന് സാധിക്കും. എന്നാൽ ആ കൂട്ടരെ, ആ പരാന്നഭോജികളെ, അവരെ സൂക്ഷിക്കണം. ആ പരാന്നഭോജികളെ പറ്റിയാണ് പോകൻ നാളെ പറയുന്നത്. ഇന്നിപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ സമയം വല്ലാതെ കണ്ട് നീണ്ടുപോയി. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങനും നിങ്ങൾക്കും ഒരുപോലെ മുഷിയും. അതുകൊണ്ട് തൽക്കാലം ഇതിവിടെ നിർത്താം. VDS സർക്കാരിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്ന ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ പ്രകൃതിക്ക് മുന്നിൽ പങ്കിട്ടുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലതും മാത്രം വരട്ടെ. ശ്രീ VD സതീശന് മുഖ്യമന്ത്രിയായി വളരെ നല്ല നിലയിൽ ശോഭിക്കാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി ശ്രീ VDSന് മാറാൻ സാധിക്കട്ടെ. അങ്ങനെ സാധിച്ചാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഇവിടുള്ള പൗരജനതയ്ക്ക് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പോകാൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. അധിക കാലമൊന്നും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഇനി അവസരമില്ല. ഉള്ള കാലത്ത് മനുഷ്യപ്പറ്റുള്ള, ചിരിക്കുന്ന മുഖമുള്ള, നല്ല വർത്തമാനങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ നമ്മളുടെ സേവകനായി വരുന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുമുള്ള വിജയവും നേർന്നുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.